Hello friends, welcome back to Christy's vlog. In this video, we will see German class balance. German alphabets English alphabets 26 plus 4 alphabets extra we will class. English 26 alphabets German pronunciation is different. So that's why we class discuss in this class extra 4 letters umlaut umlauts pronounce and examples in this video. Welcome back to our channel. Umlauts എന്ന് പറയുന്നത് 4 അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ umlaut, o umlaut, u umlaut, z. ഒന്നുകൂടെ പറയാം. ആ umlaut, o umlaut, u umlaut, z. ഈ അക്ഷരങ്ങളെ umlaut എന്ന് വിളിക്കാൻ കാരണം അതിന്റെ മുകളിൽ വരുന്ന ഈ 2 ഡോട്ട്സ് ആണ്. ഓക്കേ. ഇനി ഓരോ അക്ഷരങ്ങളെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ആദ്യം തന്നെ ആ umlaut ജർമ്മനിലെ 27ാമത്തെ അക്ഷരം. ഈ അക്ഷരങ്ങളുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഡോട്ട്സിന് എ എന്ന പ്രൊനൗൺസിയേഷൻ എ എന്ന സൗണ്ട് ആണ് നമ്മൾ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇ ആണ് ജർമ്മനിൽ എ എന്ന സൗണ്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എയുടെ കൂടെ ഇ ആഡ് ചെയ്തിരിക്കുന്നത്. ജർമ്മനിൽ അത് എ ആണ്. ഓക്കെ, എ. അടുത്തതായിട്ട് ഇതെങ്ങനെ വായിക്കാം എന്ന് നോക്കാം. ആ umlaut എ, o umlaut ഉയ്യോ, u umlaut ഉയ്യു. ഇതിനെ ഓരോന്നിനെയും നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാൻ പോവാണ്. കുറച്ച് വാക്കുകൾ ചേർത്ത് നമുക്ക് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാം. അങ്ങനെയാണെങ്കിലേ നമുക്കത് കുറച്ചുകൂടി നമുക്കതൊന്ന് ഈസി ആയിട്ട് വരത്തുള്ളൂ. ആദ്യത്തെ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. അതെങ്ങനെ വായിക്കുക? ഗേ, എ, സ്റ്റേ. ഗേസ്റ്റേ. ഗേസ്റ്റേ എന്ന് വെച്ചാൽ അതിഥികൾ. അടുത്ത വാക്ക് സ്പേറ്റ്. സ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകി എന്നാണ് അർത്ഥം. അത് വായിച്ചു നോക്കിയേ. എസ് പി എന്ന് പറഞ്ഞാൽ പേ എന്നാണ് വായിക്കുന്നത്. എ ടേ. സ്പേറ്റ്. സ്പേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകി. ഗേസ്റ്റേ, സ്പേറ്റ് എന്ന ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും ആ umlaut എങ്ങനെയാണ് എ എന്നുള്ളൊരു സൗണ്ട് ആ വാക്കുകളിൽ കൊണ്ടുവരുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാം. ഓ umlaut നമ്മൾ ഉയ്യോ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത് കേട്ടോ. ഉയ്യോ. അപ്പം ആദ്യത്തെ വാക്കാണ് ഷ്യോൺ. ഷ്യോൺ, ഷ്യോൺ. ഷ്യോൺ എന്ന് പറയുന്നത് സൗന്ദര്യം എന്നുള്ളതാണ്. അടുത്ത വാക്ക് ഹ്യോറൻ. ഹ്യോറൻ എന്ന് വായിക്കുവേ. ഹ്യോറൻ. ഹ്യോറൻ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് umlaut ആണ്. umlaut നമ്മൾ പറഞ്ഞു ഉയ്യോ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. ആദ്യത്തെ അക്ഷരം ടേ, umlaut ആർ. ട്യൂർ. ട്യൂർ എന്നാൽ വാതിൽ എന്നാണ് അർത്ഥം. അടുത്തത് എം, യു umlaut ഡേ, എ. മ്യൂഡേ. മ്യൂഡേ. മ്യൂഡേ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എസെറ്റ് ആണ്. എസെറ്റ്. എസെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉച്ചാരണം വരുന്നത് സ എന്നുള്ള ഒരു ഇതാണ് വരുന്നത് കേട്ടോ. ഇസ് എന്നുള്ളത്. അപ്പം നമുക്കത് നോക്കാം. ആദ്യത്തെ ഫുസ്. ഫുസ് എന്ന് പറഞ്ഞാൽ കാല് അല്ലെങ്കിൽ പാദം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്തത് ഗ്രോസ്. ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ് അർത്ഥം വരുന്നത്. വലിയ, വലിയത് എന്നൊക്കെ ഉള്ളതാണ് വരുന്നത് കേട്ടോ. സ് എന്നുള്ളൊരു സൗണ്ട്. അപ്പോൾ umlauts എന്താണെന്ന് മനസ്സിലായോ? umlautsനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഓരോരുത്തരും അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നതനുസരിച്ച് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും അതിൻ്റെ ഓരോ സ്റ്റൈൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എനിവേ നമ്മൾ അതിലേക്ക് കൂടുതൽ ലെറ്റേഴ്സും കാര്യങ്ങളും വേർഡ്സ് ഒക്കെ പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അതുമായിട്ടൊന്ന് സെറ്റ് ആവത്തുള്ളൂ. എന്നാലും ടെൻഷനൊന്നും ആവേണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സും മറ്റുമായിരിക്കും. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കൂടുതലും ബുധനാഴ്ചയും ഞായറാഴ്ചയായിട്ടായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത ക്ലാസ് കിട്ടത്തുള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.